മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടിത്തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ് സാദിഖ് കൺസ്യൂമർ ഡിപ്പാർട്ട്മെന്റ് ഡിജോ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് LYC വേദിയിലേക്ക് സ്വാഗതം. ബ്ലോക്ക് പ്രസിഡന്റുമാര് ഉബൈദ് കളറത്ത് കാസർഗോഡ് ബ്ലോക്ക്, മുഹമ്മദ് കൈക്കമ്പ് മഞ്ചേശ്വരം ബ്ലോക്ക്, രാഹുൽ നീലങ്കര കാഞ്ഞങ്ങാട്, ഹാരിസ് തൃക്കരിപ്പൂർ, ഇവരെല്ലാം ഈ വേദിയിലേക്ക് സ്വാഗതം കൊടുക്കും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം കൊടുക്കും. സിദ്ദിഖ് കൈക്കം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. സീനത്ത് സതീശൻ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. AV അശോകൻ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. ഖദീജ മൊക്രാർ ജില്ലാ പ്രസിഡന്റ് NMC അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. ഹമീദ് ചാനങ്ങി ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാധനം വാങ്ങാത്തവർ ഒരുപക്ഷെ മനുഷ്യരായി അങ്ങനെ തുടങ്ങി സാധന സാമഗ്രികൾ ഉൾപ്പെടെ നാം ധരിക്കുന്ന വസ്ത്രം, നാം വാങ്ങുന്ന മരുന്ന്, നാം വാങ്ങുന്ന വാഹനം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഏതൊരു സാധനങ്ങളും അത് സംബന്ധിച്ചുണ്ടാകുന്ന വിഷയങ്ങൾ ഉപഭോക്താക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നത്. അത് വളരെ വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്. ഈ അടുത്ത തീർക്കാവുന്നതല്ല. നമുക്ക് പിന്നീട് ഒരിക്കൽ വിശദമായി അത് സംബന്ധിച്ച് നമുക്ക് മണിക്കൂറുകളോളം ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാം. NCP എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പാർട്ടി അതിന്റെ പോഷക സംഘടന എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന വലിയ ഒരു പ്രോഗ്രാമിൽ കാസർഗോഡ് ജില്ലയിൽ നടന്നതിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഈ നിയമം പാർലമെന്റിൽ പാസാക്കിയത്. അന്ന് ഉപഭോക്താവിന്റെ റൈറ്റ്, അവരുടെ അവകാശം സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി 1986 ആ നിയമം പാസാക്കിയതിനു ശേഷം ഓരോ ഉപഭോക്താവിനും അവർക്ക് അർഹതപ്പെട്ട അവരുടെ അവകാശം നേടിയെടുക്കാനുള്ള ഒരു നിയമമായി മാറുകയും ഈ കൺസ്യൂമർ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വാങ്ങൽ മാത്രമല്ല, അത് സേവനം നമ്മളൊരു ആവശ്യത്തിന് സേവനം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും വരുന്ന കാലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തീർച്ചയായും ഇതിന്റെ സംഘാടകർക്ക്, നമുക്കെല്ലാം തന്നെ അറിയാം, സുപ്രീംകോടതി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പ്രവർത്തകരായതുകൊണ്ട് NCPയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണക്കാരായ ആളുകളെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സംഘടനകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു വിശദമായ കാര്യങ്ങൾ ഇതിനു ശേഷം സംസാരിക്കുന്ന നേതാക്കൾ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക്, ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോടതി വിധികൾ ഇന്നലെയും മാതൃഭൂമി പത്രത്തിലുണ്ടായിരുന്നു. ഒരു വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അത് അവർക്ക് നൽകിയ ഗ്യാരണ്ടി കൊടുക്കാത്തതിന്റെ പേരിൽ വലിയ ഫൈനുകൾ നൽകുന്നതിനെ സംബന്ധിച്ച് വലിയ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉപഭോക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് നമുക്ക് ഒരു ദിവസം മുഴുവൻ വിശദീകരിക്കാവുന്ന വലിയ ഒരു വിഷയമാണ്. അത് നിയമപരമായ പരിരക്ഷയും ഉപഭോക്താവിനെ സംബന്ധിച്ചുള്ള മറ്റു സാധനങ്ങളെ സംബന്ധിച്ചുള്ള അവർക്ക് അറിവും വിജ്ഞാനവും, അങ്ങനെ ഒരു ജനകീയപരമായ വലിയ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഉത്തരവാദിത്വമൊന്നുമല്ല, ഓരോ ഉപഭോക്താവിനെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉപഭോക്താവിന്റെ, പ്രത്യേകിച്ച് ജനങ്ങൾ ഇന്ന്
വിഷയങ്ങളും ആ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാൻ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു വേദിയാണ് ഈ കൺസ്യൂമർ അഫയേഴ്സ് മില്ല് എന്നുള്ളത്. ഇത് സർക്കാർ തലത്തിലും മറ്റ് സംഘടനാ തലത്തിലൊക്കെ ഒരുപാട് സംഘടനകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനം വളരെ ചുരുങ്ങിയ കാലങ്ങളായി മാത്രമാണ് ഈ സംഘടന പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ എറണാകുളത്ത് നടന്ന പ്രൗഢഗംഭീരമായ ഒരു സമ്മേളനത്തോടുകൂടിയാണ് ജില്ലയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇതിന്റെ സംഘാടകർ മുന്നോട്ട് വന്നത്. നമുക്കറിയാം, NCPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 1962 മാർച്ച് 15 ആ നിയമം അവിടെ US പാർലമെന്റ് അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ട് പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ പോലുള്ള വലിയൊരു കൺസ്യൂമർ രാജ്യത്ത് നമ്മുടെ കൺസ്യൂമർ നടപ്പിലാക്കി പറയാം. കാരണം 1962 കഴിഞ്ഞിട്ട് 1986 ഡിസംബർ 27 നമ്മൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ 1986 നമ്മുടെ നിയമം നടപ്പിലാക്കുമ്പോൾ അതിന് ഒത്തിരി ന്യൂനതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ തുടക്കത്തിൽ നമുക്കറിയാം, ഒരു കൺസ്യൂമർ നിയമം നടപ്പിലാക്കുമ്പോൾ തന്നെ ഉപഭോക്താക്കളെ എങ്ങനെ വഞ്ചിക്കാൻ പറ്റും എന്നാണ് എപ്പോഴുണ്ടെങ്കിൽ ഉൽപാദകരും വിതരണക്കാരും ശ്രമിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് പുതുതായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നമ്മൾ 2000 ജൂലൈ മാസത്തിൽ അത് പ്രാബല്യത്തിൽ വന്നു. സത്യത്തിൽ 1980 ഈ രാജ്യത്ത് ഉപഭോക്താവാണ് രാജാവ്, കൺസ്യൂമർ ദ കിങ് ആണ്, ഉപഭോക്താവാണ് രാജാവ് എന്ന് വ്യക്തമായ ഒരു നിർവചനം കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആ കൺസ്യൂമറെ നടപ്പിലാക്കിയതോടുകൂടി നമ്മുടെ കൺസ്യൂമർ ദ കിങ്, ഉപഭോക്താവാണ് രാജാവ്. അപ്പോൾ 1986 നിയമം 2010 നിയമം നമ്മൾ കാര്യപ്പെടുത്തുമ്പോൾ പുതിയ കുറെ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൺസ്യൂമർ കമ്മീഷനും സംസ്ഥാന കമ്മീഷനും ദേശീയ കമ്മീഷനും മാത്രം ഉണ്ടാകുള്ളൂ. പണ്ടേ ജില്ലാ കമ്മീഷനൊക്കെ നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ നമുക്കൊരു പരാതി കൊടുക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമില്ല ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു ന്യൂനത കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ഏറ്റവും കൂടുതൽ അറിവുള്ളവരെ വാങ്ങിച്ച വ്യക്തിയെ കൺസൾട്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിച്ച സാധനത്തിന് ന്യൂനതയുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയി കേസ് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നല്ല, ഇന്ത്യയുടെ ഏത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നമുക്ക് വേണ്ടി നമ്മൾ എവിടെ താമസിക്കുന്നോ താമസിക്കുന്ന ആ നിയമപരിധിക്കുള്ളിലുള്ള നമുക്ക് കൺസ്യൂമർ കോടതിയിൽ നമുക്ക് കേസ് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും പുതിയ 2010 കൺസ്യൂമർ നിയമത്തിന്റെ ഏറ്റവും പുതിയൊരു ഇതാണ്. അപ്പീൽ കോടതിയായിട്ട് പോകുന്ന സംസ്ഥാന കമ്മീഷനാണ്. ഇന്ന് അങ്ങനെയല്ല. ആ ജില്ലാ കോടതി വിധി അത് ശരിയല്ലെങ്കിൽ വീണ്ടും റിവ്യൂ, ആ ജില്ലാ കോടതി വീണ്ടും ആ കേസ് കേൾക്കുവാനുള്ള ഒരു സൗകര്യം, റിവ്യൂ പെറ്റീഷൻ പരിഹാര സൗകര്യം കൂടി നമുക്ക് കൺസ്യൂമർ നിയമത്തിൽ വരുന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് കൺസ്യൂമർ നിയമത്തിന്റെ ആ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പാടുന്നത് കുറ്റകരമാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വസ്തു നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മാറുകയാണെങ്കിൽ അത് തീർച്ചയായും മാറ്റി തരികയോ അല്ലെങ്കിൽ അതിന്റെ പണം തിരിച്ചു തരുകയോ ചെയ്യാനുള്ള ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കഴിയുന്നത് നമ്മളൊപ്പം നിന്നുകൊണ്ട് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കൊണ്ട് ഉപഭോക്തൃ നിയമം എന്താണ് എന്ന രീതിയിൽ ഇത് സാധാരണ ആൾക്കാരെ എങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്ന രീതി താഴെ തട്ടിലേക്ക് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ സിനിമാ നടികൾ അവരുടെ സോപ്പുകളൊക്കെ സിന്തോൾ സോപ്പുകളൊക്കെ അവർ കുളിക്കുന്നതായിട്ടും അത് മികച്ചാണെന്ന് പറഞ്ഞൊക്കെ ചിരിക്കുന്നുണ്ട്, ഒരു പരസ്യം കാണുന്നുണ്ട്. പക്ഷെ പുതിയ നിയമം 2010 പുതിയ നിയമം കൂടി നമ്മൾ അത് വാങ്ങിക്കുന്നത് ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധം വെച്ചിട്ടില്ല. ഈ ഇന്ത്യയിലെ ഈ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഉപയോഗിക്കുന്ന ഒരു സോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വിശ്വാസത്തിൽ പുറത്താണ് നമ്മൾ ആ സോപ്പ് വാങ്ങിയത്. മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാണെങ്കിലും ഈക്വൽ റെസ്പോൺസിബിലിറ്റി അവിടെയുണ്ട്. അദ്ദേഹം അതിന് സമാധാനമായിട്ട് വരും. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. നമ്മളുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം നല്ലതാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ആ സാധനത്തിന്റെ ഗുണനിലവാരം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അതിന്റെ പരസ്യത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിലുണ്ട്. മാത്രമല്ല, ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് വേറെ അധികാരമുണ്ടെങ്കിൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചു വിളിക്കാനുള്ള അധികാരമുണ്ട്. മാർക്കറ്റില് ഹാനികരമായ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തെ ബോഡിയുള്ള സ്റ്റേറ്റ് കൺസ്യൂമർ, ഞാൻ എന്റെ ബോർഡുകളാണ്, സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ബോർഡുകളാണ്. അതൊരു ഉപദേശം ചെയ്യാം. കാരണം ഉണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരങ്ങളുടെ പാളിച്ചകളുണ്ടെങ്കിൽ സർക്കാർ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ
തിരിച്ചു വിളിക്കുവാനോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കണക്ട് ചെയ്യുവാനോ നിർദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ഒരു പരിധി വരെ നമുക്ക് വിഷരഹിതമായ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു നമുക്ക് തിരക്കുള്ളതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നില്ല എന്ന വേറെ കാര്യമുണ്ട്. അപ്പൊ ജില്ലാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലെയും തൊട്ടുതാഴെ പഞ്ചായത്ത് തലത്തിലുള്ള ഭക്ഷ്യ ഉപദേശ സമിതി വേറെയുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഓരോ ബോഡികളുണ്ട്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ നിരവധിയായ ബോഡികളുണ്ട്. നിയമം കൊണ്ട് സാധാരണക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിസ്സാരമായ ഉദാഹരണമുണ്ടെങ്കിൽ ഒരു ബേക്കറിയിൽ കയറി എല്ലാവരും ചായ കുടിക്കുമ്പോൾ അവിടെ ഭക്ഷണസാധനം മേടിച്ച് കഴിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ശരിക്കുന്നുണ്ടെങ്കിൽ ആ ബേക്കറി ഉടമസ്ഥൻ എണീറ്റ് നിന്നിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ശരിക്കും കൺസ്യൂമർ നിയമം. അതാണ് കൺസ്യൂമർ നിയമം. ഒരു ബേക്കറിയിൽ ഒരു ഉൽപ്പന്നം എന്നൊരു കേക്ക് ഉൽപ്പാദിപ്പിച്ചു, അവരവിടെ വെക്കുന്നു. നമ്മൾ ആരും പോയി അത് വാങ്ങിക്കുന്നതിന് സംഭവിക്കും, ആ കടകൾ പൂട്ടിപ്പോയത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു കാര്യങ്ങളുണ്ട്. കാരണമുണ്ടെങ്കിൽ കേസ് നടത്തുന്ന രീതികളെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന കാര്യമുണ്ട്. നമുക്ക് സാധാരണ കേസ് വരുമ്പോൾ നമ്മൾ ഒരു മാസത്തോട് ഗ്യാരണ്ടി കഴിയാനുള്ളൂ, പക്ഷെ ഉൽപ്പന്നം കേടായി പോയി, അതുകൊണ്ടെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുമോ അത് സർവീസ് ചെയ്യാൻ പറഞ്ഞു. എന്താണ് ചെയ്തത്? അവർ അപ്പം തന്നെ ആ വീട്ടിൽ വന്നു, ആ ഉൽപ്പന്നം വാങ്ങിച്ചു, അവിടെ കൊണ്ടുപോയി സർവീസ് ചെയ്ത് തിരിച്ചാക്കി വീട്ടിൽ കൊണ്ട് ഉൽപ്പാദനം എന്ന് വെച്ചാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ കൺസ്യൂമർ സംഘടന എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. അതിന് ഉദാഹരണം കാര്യം ജൂലൈ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 10 എറണാകുളത്ത് സംസ്ഥാന തലത്തിൽ നമ്മുടെ ജില്ലാ ചെയർമാൻ സൂചിപ്പിച്ച സംസ്ഥാന തലത്തിൽ നമ്മളൊരു പ്രതിനിധി സമ്മേളനം നടത്തി. ഒരു ജില്ലയിൽ നിന്ന് 5 പേരെ വെച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട് തൂക്കി നോക്കിയപ്പോൾ അതിനകത്തൊരു 20 ഗ്രാം തൂക്കം കുറവാണ്. അദ്ദേഹം ഒന്നും പഠിച്ചില്ല. അദ്ദേഹം നേരിടുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ നിന്നുള്ള ഏകീകൃത ഒരു സമർത്ഥനായ അഭിഭാഷകൻ കാണുന്നു. അഭിഭാഷകൻ അത് ജില്ലാ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുക്കുന്നു. നമുക്കത് ചിന്തിക്കും, ബ്രിട്ടാനിയ പോലും മൾട്ടിനാഷണൽ കമ്പനിക്കെതിരെ സാധാരണ വ്യക്തി കേസ് കൊടുക്കുമ്പോൾ വക്കീലിനെങ്കിലും കൊടുക്കുന്നത് തോന്നിയിട്ടാണ്. അവർക്കൊക്കെ ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് വക്കീല് വെക്കാനുള്ള സാഹചര്യമുള്ള ആ സാഹചര്യത്തിൽ അടുത്ത കേസ് കൺസ്യൂമർ കോടതി കേസ് ഫയൽ ചെയ്തു. 80,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞ് കോടതി വിധിച്ചു. ബ്രിട്ടാനിയ ഒരു മാസത്തിനുള്ളിൽ 80,000 രൂപ നഷ്ടപരിഹാരം ഉപഭോക്താവിന് കൊടുക്കാൻ വിധിച്ചു. സാധാരണ കേസ് അവർക്ക് വേണമെങ്കിൽ സംസ്ഥാന കോടതിയിലും അതുപോലെ തന്നെ ദേശീയ കോടതിയിലും വേണ്ടി പരാതികൾ പോകാം. പക്ഷെ അത് പോയില്ല. അവരെ 80,000 കൃത്യമായി വീട്ടിലെടുത്ത് ഈ കക്ഷിക്ക് കൊടുത്തുകൊണ്ട് ഉപഭോക്താവിന് വരുന്ന എന്തെങ്കിലും ദോഷങ്ങൾ 99% ഉണ്ടെങ്കിൽ ഒരു വിതരണക്കാരനെ ഒരു കാരണവശാലും ശല്യപ്പെടുത്താൻ വേണ്ടി പരാതി കൊടുക്കുന്ന വ്യക്തിയല്ല എന്ന കാര്യത്തിൽ യാതൊരു ചെയ്യില്ല. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തേക്ക് 20-30 കേസുകൾ ഞാൻ ചെയ്യാറുണ്ട് ശരിക്കും. അപ്പൊ അന്ന് ഞങ്ങളുടെ കമ്മിറ്റി നമ്മുടെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി അലിയാണ് ചെയർമാൻ സംസ്ഥാന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അന്ന് ഞാൻ ഉന്നയിച്ചൊരു കാര്യമുണ്ട് ശരിക്കുന്നുണ്ടെങ്കിൽ ഈ കൺസ്യൂമറെ ബന്ധപ്പെട്ട് ഇപ്പോഴും സാധാരണ താഴെത്തുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഉപേക്ഷിച്ചു നമ്മുടെ അടുത്തൊരു ശക്തി മേടിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ആ ബില്ലിംഗ് ഗ്യാരണ്ടി കാർഡ് ഉണ്ടെങ്കിൽ ആ 500 രൂപ വില വരുന്ന ആ വസ്ത്രം നമുക്ക് തിരിച്ചു മാറി കിട്ടും എന്നുള്ള ബോധ്യം നമുക്ക് മാത്രമല്ല നമ്മോടൊപ്പം നിൽക്കുന്ന താഴെയുള്ള ആൾക്കാരെ ഒരു ബോധ്യപ്പെടുത്തുന്നതാണ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ കൺസ്യൂമർ കോടതിയിൽ കേസുകൾ ഒത്തിരി വരുന്നത്. കേസുകൾ വരുന്നുണ്ടെങ്കിൽ ഈ 2019 കൺസ്യൂമർ വരുന്ന സമയത്ത് പുതിയൊരു നിയമം ഉണ്ടെങ്കിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ 90 ദിവസത്തിനുള്ളിൽ ഇടക്കാല വിധി ഉണ്ടാവണമെന്നോ നിയമം അനുശാസിക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, കാരണം നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അന്ന് കോടതിയും പോലീസും പോലെ, കാരണം നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖരുണ്ടാവും. അവർ രണ്ടുപേരും വിളിച്ചിട്ട് പറയാൻ വാങ്ങിക്കുക, പണം ഭാഗികമായിട്ട് പണം കൊടുത്തിട്ട് നമ്മുടെ സാധനം വാങ്ങിക്കുക, പണം കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ സാധനം മേടിക്കുക. ഇത് നമ്മൾ കൺസ്യൂമർ. നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ബില്ല് വാങ്ങിച്ചിട്ട് പോയാ നീ കടം മേടിച്ചിട്ട് പോയ സാധനത്തിന് ഞാൻ എങ്ങനെ ഗ്യാരണ്ടി എന്നല്ല, നമ്മൾ പണം കൊടുക്കാനുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് കൊടുത്താണ് നമുക്ക് സാധനം തരുന്നത്. കടമായിട്ട് നമ്മൾ കൺസ്യൂമർ അതേ സേവനം ചെയ്യുന്നു. നമ്മൾ പണം കൊടുത്തു കാണിക്കേണ്ട സേവനം ബാക്കിയുള്ള കടത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു കൂൾബാർ തുടങ്ങുന്നു. ആ കൂൾബാർ തുടങ്ങുന്ന സമയത്ത് അതിനെ പ്രവർത്തിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വേണം, മിക്സി വേണം, ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് വേണം. അങ്ങനെ ഒരു സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ ഇതിൽ ഗ്യാരണ്ടിനുള്ളിൽ അത് കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ, കാരണം നമ്മളത് വിൽപ്പനയ്ക്കുള്ള വ്യവസായ അടിസ്ഥാനത്തിൽ
വ്യവസായ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നതല്ല, കൺസ്യൂമറാണ്. അപ്പൊ ഇതിന്റെ ഈ സാധ്യതകൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എവിടെ നമുക്ക് പ്രതികരിക്കണം, പ്രതികരണം പോസിറ്റീവായിരിക്കണം. അനാവശ്യമായ പ്രതികരണമല്ല വേണ്ടത്. നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ 14 ജില്ലയിലും പ്രഥമ ഒരു ജില്ല ഒരു നേതൃ ഒരു സംഗമമാണ് ഇതിന്റെ കാസർഗോഡുള്ളത്. അത് 100% ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. ഇവിടുത്തെ ഈ തുടക്കം ചെയ്യുന്നത് ബാക്കിയുള്ള 13 ജില്ലയിലേക്കും വ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ധരിപ്പിക്കുന്നില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അഭിനന്ദിച്ചുകൊണ്ട് യോഗത്തിന് ആശംസ മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. LCBയുടെ ജില്ലാ ഭാരവാഹികളുടെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് ജില്ലയിൽ കൺസ്യൂമർ ഫെഡറേഷന്റെ പരിപാടിയിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ പരിപാടിയിലും പങ്കെടുത്ത് ഒരു ചെറിയ പരിചയം. എനിക്ക് ഏറെ സന്തോഷമുള്ളത് ഇതൊരു LCBയുടെ പോഷക സംഘടനയായി മാറി എന്നത് വളരെ സന്തോഷം. കാരണം ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട, ആ അജണ്ട നടപ്പാക്കുന്നതിൽ സുഖപ്പെടുത്തുന്നതായ ഇടങ്ങളിൽ നിന്ന് മുൻഗണനപ്പെടുന്ന വ്യക്തികൾ പര്യാപ്തമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും വിജയാംശങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പൂർത്തീകരിക്കേണ്ട സമയമാണ്. അതിൽ നമ്മൾ ആദ്യം ഒരു ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം നമ്മൾ എറണാകുളത്ത് നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ മാസമായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നാഷണലിസ്റ്റ് കൺസ്യൂമർ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൺസ്യൂമർ രാജാവ് എന്ന് നമുക്കറിയാം. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവർക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനും അവർക്ക് നല്ല സേവനങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഷ്ടപരിഹാരം മേടിച്ചെടുക്കുക എന്നുള്ളതല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ആ നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുക, ജനങ്ങൾക്ക് കിട്ടുക, നല്ല സേവനം നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സംഘടനയുടെ മഹത്തായ ഉദ്ദേശം. അതിൻ്റെ 3 സർവീസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ കാണാം, നമ്മൾ ഷോറൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ അവർ സ്വീകരിക്കുന്ന രീതിയിൽ നമ്മൾക്ക് നോക്കി അറിയാം. വന്ന് ഡോറ് തുറന്നു വരുന്നു, നമ്മളെ സ്വീകരിക്കുന്നു, ഇരുത്തുന്നു, നമ്മുടെ റിസപ്ഷനിൽ കൊണ്ട് ഇരുത്തുന്നു. നമുക്ക് ചായ വേണം, കോഫി വേണം, വെള്ളമാണ്, എന്താണ് വേണ്ടത് അതെല്ലാം തന്ന് നമ്മളെ അവരുടെ ഒരു കസ്റ്റമറാക്കി മാറ്റുകയാണ് അവർ ആദ്യം ചെയ്യുന്നത്. വാഹനം വാങ്ങിക്കഴിഞ്ഞ് ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ്, ഈ 3 സർവീസ് ഫ്രീ ആണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രൂപം തന്നെ മാറുകയാണ്. പിന്നെ നമ്മൾ അവരുടെ ഇംഗിതത്തിന് വഴങ്ങി ആണ് ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വാങ്ങിയ വാഹനത്തിന് നമ്മൾ വാഹനം വാങ്ങുമ്പോൾ എന്ന് പറയുന്നത് ഒരു അണ്ടർ കോട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് വാഹനത്തിന്റെ അടിഭാഗം തുരുമ്പെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിൽ ഒരു കോട്ടിങ് അടിച്ചു വരുന്നുണ്ട്. അതിനവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ചാർജ് വാങ്ങുന്നുണ്ട്. ആ ചാർജ് വാങ്ങി കോട്ടിങ് ചെയ്ത് സെക്കൻഡ് സർവീസ് കഴിഞ്ഞ് 3ാം സർവീസിന് മുമ്പ് ആ അണ്ടർ കോട്ടിങ് പൊളിഞ്ഞു. അപ്പോൾ 3ാമത്തെ സർവീസ് സെന്ററിൽ ആവശ്യപ്പെട്ടു, ഇതൊരു അണ്ടർ കോട്ടിങ് പൊളിഞ്ഞു പോയി, അപ്പോൾ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ മാനേജർ ഇവരോട് പറഞ്ഞു അത് 2 വർഷമാണ് അതിൻ്റെ ഗ്യാരണ്ടി ഉള്ളൂ. അപ്പം അത് പൊളിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. കാരണം ഹൈ പ്രഷറിൽ വാട്ടർ പമ്പ് ചെയ്തിട്ടാണ് വാട്ടർ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ കോട്ടിങ് പൊളിഞ്ഞു പോകും. അത് സർവ്വസ്വാഭാവികമാണ്. നിങ്ങൾ ഏത് വാഹനം നോക്കിയാലും കാണാം അത് പൊളിഞ്ഞു പോകും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതായത് ചെയ്ത് കൊടുക്കില്ല, ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ ഒരു 2500 രൂപ കുറയ്ക്ക് നിങ്ങൾ ചെയ്തോളൂ എന്നുള്ളൊരു കണ്ടീഷനിലാണ് അത് സംസാരിച്ചത്. ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മുടെ എറണാകുളത്തെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ദിവസം 2ാമത്തെ ദിവസം അവരുടെ സർവീസ് സെന്ററിൽ നിന്ന് അവർ വിളിച്ചു, നമ്മുടെ കസ്റ്റമറെ വിളിച്ചു. അവിടെ ചെന്ന് വാഹനം എടുത്തുകൊണ്ട് പോയി അണ്ടർ കോട്ടിങ് ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്ത് അവർക്ക് കസ്റ്റമറിന് തിരിച്ചു കൊണ്ടേ കൊടുക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു നിസ്സാര കാര്യമായിരിക്കും 2500 രൂപ മുടങ്ങുള്ളൂ, ഓക്കെ, അത് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയാണ്ട് നമുക്ക് തരുന്ന കസ്റ്റമറുടെ സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ അത് നല്ലതായിരിക്കണം എന്ന് നമ്മൾ ശരിക്കണം. അതൊരു ചെറിയ കാര്യമായിട്ട് നമ്മളതിനെ വിട്ടുകളയാണ്ട് അത് നമുക്കത് നമ്മുടെ അവകാശമാണ് എന്നുള്ളത് കരുതിക്കൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ നമ്മൾ ദിവസേന പറ്റിച്ചുകൊണ്ടിരിക്കപ്പെടുകയാണ്. നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റുടനെ നമ്മൾ കിട്ടുന്ന പാലിൽ പോലും നമ്മളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ വിതരണക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു കെട്ടിടത്തിന്റെ വാർപ്പ് പണി കഴിഞ്ഞപ്പോൾ വാർപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആ വാർപ്പ് മുഴുവൻ പിടിച്ചു പൊളിഞ്ഞു പോയി. അത് ഇറക്കിയ സിമെന്റുകാരോട് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ വിവാദമാക്കാൻ പാടില്ല, ഇത് കംപ്ലീറ്റ് വാർക്കാനും തേക്കാനുള്ള സിമെന്റ് നമ്മളിന്ന് എത്തിച്ചേരാനും ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വഞ്ചിതരാകാതെ നമ്മളുള്ള അവകാശ സംരക്ഷണം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ NCPയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സംസ്ഥാന ചെയർമാൻ രാജു തെക്കൻ, പ്രിയപ്പെട്ട NCPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബാലൻ അവർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇനിയൊരു പ്രസംഗത്തിന് മുതിരുന്നത് ശരിയല്ല എന്നതുകൊണ്ട് 2 വാക്കാണ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്. ആ 2 വാക്ക് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതിന് ശേഷം മറ്റൊരു യോഗം നടക്കാറുണ്ട്. എന്തായാലും ഈ പരിപാടിയുടെ സംഘടിപ്പിച്ച ഒരുപാട് നാളത്തെ പരിശ്രമം ശ്രീ സുബൈറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. വാട്സപ്പുകളിൽ, സോഷ്യൽ മീഡിയകളിൽ വലിയ തോതിലുള്ള പ്രചരണം നടത്തിയിട്ടാണ് ഇതുപോലൊരു യോഗം സംഘടിപ്പിച്ചത്. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു ചെറിയ സംഘടനയല്ല. ധീരമായ പോരാട്ടം നടത്തേണ്ട ഒരു സംഘടനയാണ്. നമ്മൾ വെറുതെ യോഗം ചേർന്ന് ഇവിടെ ഇരുന്ന് പോയതുകൊണ്ട് കാര്യമില്ല. ഇതിന്റെ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് ഭാവിയിൽ അതൊരു നല്ല ഫോറമാക്കി മാറ്റിയാൽ ജില്ലയിലെ ജനങ്ങൾക്കാകെ ആശ്വാസം പകരുന്ന തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. പ്രത്യേകിച്ച് NCPയുടെ പോഷക സംഘടന എന്ന നിലയിൽ അതിന്റെ ഗുണം, അതിന്റെ പ്രയോജനം പാർട്ടിക്ക് ഉണ്ടാകും. ഇവിടെ പറഞ്ഞല്ലോ, ഉപഭോക്തൃ സംരക്ഷണ നിയമം വളരെ വിശാലമായ ഒരു സംവിധാനമാണ്. കേവലം 1-2 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയമല്ല. എനിക്ക് തോന്നുന്നത് 1919 ആഗസ്റ്റ് നടപ്പിലാക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ഇന്ന് നിലവിലുള്ളത്. ആ നിയമം കൃത്യമായി നടപ്പിലാക്കിയാൽ തന്നെ ഉപഭോക്താവിന്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമമില്ലാത്തത് കൊണ്ടല്ല നമ്മളിവിടെ ചൂഷണത്തിന് വിധേയമാകും. ഈ നിയമത്തിലെല്ലാം ലൂപ്പ് ഹോളുണ്ട്. എല്ലാ നിയമങ്ങൾ അധികാരികൾ ഉണ്ടാക്കുമ്പോഴും അതിലെല്ലാം പഴുതുകൾ വെച്ചിട്ടുണ്ട്. ഈ പഴുതുകളിലൂടെയാണ് നമ്മളെല്ലാവരും കബളിപ്പിക്കുന്നത്. പരാതി കിട്ടാതെ ഞങ്ങൾ എന്ത് വിധിയാണ് പുറപ്പെടുവിക്കേണ്ടത്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം എന്ന് പറയുന്നത് 5 കോടി രൂപ വരെ നഷ്ടപരിഹാരം വിധിക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ്. കേന്ദ്ര തർക്ക പരിഹാര ഫോറത്തിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് 10 കോടി രൂപ വരെ നഷ്ടപരിഹാരം വിധിക്കാം. നമ്മൾ പരാതി കൊടുക്കണം. പരാതി കൊടുക്കണമെങ്കിൽ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ ബില്ലും ആ സ്ഥാപനത്തിന്റെ അഡ്രസ്സും കൃത്യമായി ശേഖരിച്ചിരിക്കണം. നമ്മൾ ആരും ബില്ല് വാങ്ങുന്നില്ല. ഇപ്പൊ എന്താ പരിപാടി അറിയോ? അവര് ചോദിക്കും, നിങ്ങൾക്ക് ബില്ല് വേണോ? എന്താ GST വെട്ടിക്കാൻ? GST വെട്ടിക്കാൻ വേണ്ടി ബില്ല് തരാതെ ഞങ്ങളെ പോലുള്ളവരെ എത്രയോ സാധനങ്ങൾ തന്നവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ബില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരാതിയും കൊണ്ട് പോകാൻ പറ്റും. അപ്പൊ ബില്ലില്ലാതെ നമ്മളെന്ത് ചെയ്യും? അപ്പൊ കൃത്യമായിട്ടും ബില്ല് ചോദിച്ചു വാങ്ങി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം. നമുക്കറിയാമോ, നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം.
ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? ആകെ ഉണ്ടാക്കുന്നത് കുടുംബശ്രീക്കാരുടെ കുറച്ച് പച്ചക്കറി മാത്രമാണ്, വേറെ ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഇവിടെ നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതിയായി വരുന്നതാണ്. ദൈനംദിനം അന്യ സംസ്ഥാനത്ത് നിന്ന് മായം ചേർത്തതും കൃത്രിമമായി ഉണ്ടാക്കിയതുമായ അനവധി സാധനങ്ങൾ ഈ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഉള്ള കൃത്രിമം തടയാനും അതിനകത്തുള്ള ചൂടുള്ള ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കണം. പരാതികൾ ഉണ്ടാകണം. ആരെങ്കിലും ഇതിന് കൃത്രിമത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകിയ സാധനങ്ങൾ അത് ഒരാഴ്ച കഴിഞ്ഞാൽ അല്ല ഒരു മാസം കഴിഞ്ഞാൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കാത്തടത്തോളം ഈ സംരക്ഷണ നിയമത്തെ കൊണ്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇത് കഴിഞ്ഞോടെ മറ്റൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നയിക്കുന്ന ഒരു സംഘടനയാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളും ഇതിലെ അംഗങ്ങളാകുന്ന ആളുകളും തയ്യാറാകണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാനും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാനും മുന്നോട്ട് വന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രസംഗം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഒരു കാര്യം ഉണർത്താൻ വേണ്ടി ഞാൻ വേണ്ടി വന്നത്, കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ യോഗം മുമ്പ് ചേരാൻ ഉദ്ദേശിച്ചായിരുന്നു. ചില കാരണങ്ങളാൽ മാറ്റിവെക്കുകയുണ്ടായി. അതിൻ്റെ ജില്ലാ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ എല്ലാ ആളുകളും ഇവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ജില്ലാ നേതാക്കൾ ഇന്നത്തെ ഈ പരിപാടിക്ക് കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിച്ചു NMC ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ തിളത്തിടുന്നതിന്റെ മാറ്റു. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ തിളർത്തിടുന്നതിന്റെ മാറ്റൊലി. മൗലാനാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ തിളർത്തിടുന്നതിന്റെ മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ തിളർത്തിടുന്നതിന്റെ മാറ്റു. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ തിളർത്തിടുന്നതിന്റെ മാറ്റൊലി. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര്
ചാലിട്ടൊഴുകിയത് കണ്ടവരില്ലേ അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റുകൾ മൗലാനാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സ്വാതന്ത്ര്യങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സ്വാതന്ത്ര്യങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സ്വാതന്ത്ര്യങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി മൗലാന മുഹമ്മദ് പ്രിയപ്പെട്ടവരെ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പനിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക്
നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.